ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആ ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മുടെ കുഞ്ഞു ഡാൻസ് കളിക്കാൻ പോവാണ്. സെമി ക്ലാസിക്കൽ കളിക്കാനായിട്ട് പോവാണ്. അരങ്ങേറ്റമൊന്നുമല്ല, സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലിന് കളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ആൾ. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഇങ്ങനൊരു എന്താ പറയുക, ക്ലാസിക്കൽ ലുക്കിൽ ആളാദ്യമായിട്ടാണ് കളിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ കണ്ടല്ലോ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആളുടെ കോസ്റ്റ്യൂം സെലക്ട് ചെയ്തത് ഞാനാണ്. അതെല്ലാം ആളെ ഇടിക്കുന്നതും എല്ലാം കംപ്ലീറ്റ് വേറൊരാളുടെ ഒരു കൈ പോലും ഒരു സഹായമില്ലാതെ, ആരും ഇല്ലാതെ ഞാൻ തനിയെയാണ് അവളെ എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം ഞാൻ ഒരുക്കി എല്ലാം സെറ്റാക്കിയത്. മേക്കപ്പ് ആയിക്കോട്ടെ, ഹെയർ ആയിക്കോട്ടെ, ഓർണമെൻറ്റ്സ് ആയിക്കോട്ടെ, എല്ലാം ഞാൻ തന്നെ സെലക്ട് ചെയ്ത് എടുത്തതാണ്. അതിൻ്റെ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഹാപ്പി, ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഇങ്ങനെ മേക്കപ്പൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ലുക്കിൽ ഒരു സെമി ക്ലാസിക്കൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭരതനാട്യ അങ്ങനത്തെ ഒരു മേക്കപ്പൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ സാധാരണ പോലെ ഒരു എൻഗേജ്മെൻറ്റ് ലുക്ക് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ ഒരു ഹെവി മേക്കപ്പൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ട്രയൽ പോലും ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു മേക്കപ്പ് ചെയ്യുന്നത്. അതിൻ്റെ കുറച്ച് പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബ്യൂട്ടീഷ്യൻസൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. എനിക്കറിയാവുന്ന പോലെയാണ് ഞാൻ എല്ലാം റെഡിയാക്കിയേക്കുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ. പിന്നെ മേക്കപ്പ് തുടങ്ങിയപ്പോഴേ ടെൻഷനായിരുന്നു. കാരണം വിചാരിക്കുന്ന പോലെ ഒരു ഇതിലേക്ക് വരുമോ, നമ്മുടെ പോലെ വലിയ ആൾക്കാരുടെ ഒരു ഫേസ് അല്ലല്ലോ, അവൾ ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ അവൾക്കത് ചേരുമോ, ഡ്രസ്സിന് ചേരുമോ, ഹെയർ കെട്ടുമ്പോൾ ശരിയാവുമോ, മൊത്തത്തിൽ ലുക്ക് നല്ലതായിരിക്കുമോ. പിന്നെ എനിക്ക് ആകെ ഒരു പേടിയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഐബ്രോസ് അങ്ങനെ ഒരു ഇതില്ല. എഴുതി കൊടുക്കാനോ അല്ലെങ്കിൽ എനിക്ക് സ്വയം എഴുതാനോ ഒരു വഴക്കം ഇല്ലാത്തൊരു മേഖലയാണ് ഐബ്രോസിൻ്റെ ഏരിയ. അതെനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. എന്നാലും അത് മാറ്റിയതിരുത്ത് വെട്ടി കുറയ്ക്കുക ഒന്നും ചെയ്യേണ്ട വന്നില്ല. എനിക്കറിയാവുന്ന പോലെ ഒരുപാട് കട്ടിക്ക് എഴുതാതെ അല്ലെങ്കിൽ ഒരു കുറേ മഷി വാരി തേക്കാതെ ലൈറ്റായിട്ട് തന്നെ എഴുതാൻ ശ്രമിച്ചത്. എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് മാത്രമല്ല, വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമായി. കുഞ്ഞുവിൻ്റെ അച്ഛനും ഇഷ്ടമായി. എല്ലാവർക്കും ഇഷ്ടമായി. ഞാൻ ചെയ്തത് കൊണ്ടാണോ എങ്ങനെയെന്ന് അറിയില്ല, എന്നാലും എല്ലാവർക്കും ഇഷ്ടമായി. എന്നോട് പറഞ്ഞിരുന്നു ഒരുപാട് ഹെവി മേക്കപ്പൊന്നും വേണ്ട, അതൊക്കെ ചേരുന്ന രീതിയിൽ ചെറുതായിട്ട് മതി എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാലും കുഴപ്പമില്ല. നമ്മൾക്ക് ഇങ്ങനത്തെയൊക്കെ ഡാൻസ് കളിക്കുമ്പോൾ കുറച്ച് ഹെവി ആയിരിക്കണം. എന്നാലല്ലേ നമുക്ക് ഡ്രസ്സും ഓർണമെൻറ്റ്സും ഒക്കെ നല്ല കളറായിരിക്കുമ്പോൾ നമ്മുടെ ഫേസും അതിനനുസരിച്ച് എടുത്ത് നിൽക്കണ്ടേ. കണ്ണായിക്കോട്ടെ, എക്സ്പ്രഷനൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക, നല്ല പോയിൻറ്റഡ് ആയിരിക്കണം എല്ലാം. അപ്പോൾ അങ്ങനെ ഒരിതും മനസ്സിലുണ്ടായി. എന്നാൽ ഓവറും ആവരുത് എന്നൊരിതും ഉണ്ടായി. ഞാൻ വിചാരിച്ച അത്ര എന്താ പറയുക പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എല്ലാം നല്ല രീതിയിൽ നടന്നു. അതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട്. ഡ്രസ്സ് ഇടിക്കാനാണെങ്കിലും എന്താണെങ്കിലും ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കളിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ സ്വയം ചെയ്യില്ലല്ലോ, നമുക്കെല്ലാം ചെയ്തു തരല്ലേ. മേക്കപ്പ് മാനൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ കളിക്കുമ്പോൾ, കലോത്സവത്തിനൊക്കെ പോകുമ്പോഴൊക്കെ. പക്ഷേ നമ്മളായിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. മാത്രമല്ല, ഒരാളും സഹായത്തിന് പോലും ഇല്ലാതെ ഞാൻ തനിയെയാണ് ചെയ്തത്. അതും എനിക്കിതെല്ലാം കംപ്ലീറ്റ് വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 9:45 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അവളുടെ ഡാൻസ് 10:45, 11 മണിക്ക് മുൻപ് വിളിച്ചു. ടീച്ചർ വന്ന് പറഞ്ഞു, സിംഗിൾ ഡാൻസ് നടാശയുടെ പേര് നമ്പർ ആവാറായിട്ടുണ്ട് കേട്ടോ, നോക്കണം കേട്ടോ, അപ്പോഴത്തേക്കും വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു.
കറക്റ്റ് ഞാൻ അവളുടെ നമ്പർ 7 ആയിരുന്നു. അപ്പോൾ 6 വിളിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ ചെന്നു. ടീച്ചറോട് പറഞ്ഞു, ടീച്ചർ റെഡിയാണ്, കുഴപ്പമില്ല, അവിടെ നമ്മൾ അവിടെ ചെല്ലണമല്ലോ, അപ്പോൾ റെഡിയാണ് ടീച്ചറെ, ശരി എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ കൊടുത്തു. എല്ലാം റെഡിയായി. ഫൈനൽ ലുക്കാണത്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, അവളും നല്ല ഹാപ്പി ആയിരുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അവളുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, അയ്യോ നടാശയാണോ ഇത്, കണ്ടിട്ട് മനസ്സിലാവണില്ല, വേറെ ഏതോ കുട്ടിയുടെ പോലെ ഉണ്ട്, നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ അത് മാത്രമല്ല, പിന്നെ എനിക്കൊരിത് തോന്നിയത്, ആ തലയിലുള്ള സംഭവമില്ലേ, വട വെച്ച് കിട്ടിയത് കുറച്ചുകൂടെ ഒന്ന് താഴത്തേക്കായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് തോന്നി. അതെന്നോട് എൻ്റെ ഫ്രണ്ടൊക്കെ പറഞ്ഞു, കുറച്ചുകൂടി താഴത്തേക്കായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞു കേട്ടോ. എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ആളാദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്ലാസിക്കൽ ഒരു തീം കളിക്കുന്നത്. അതിൻ്റെ ഒരു ഹാപ്പി ഉണ്ടായിരുന്നു. പിന്നെ മേക്കപ്പും കാര്യങ്ങളും ഡ്രസ്സും എല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുറച്ചൊക്കെ തെറ്റിപ്പോയി, എങ്കിലും ഹാപ്പിയാണ്. പറ, ആരാന്ന് പറയവര്? ഇവളുടെ പേര് അന്ന, എലീന, ഏഞ്ചൽ. ഓക്കെ, അപ്പോൾ അവരാണ് ഡ്രസ്സൊക്കെ ഊരാനും ഓർണമെൻറ്റ്സ് ഊരാനും സഹായിക്കണം. അയ്യോ, എങ്ങനെയുണ്ടായി?
അപ്പം നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞു, വീട്ടിലേക്ക് പോവാണ്. സാധനങ്ങളൊക്കെ ഉണ്ട്, ദേവൻ നടന്നു വരുന്നുണ്ട്, ചക്കര നടന്നു പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഓരോ സർബത്ത് കുടിച്ചിട്ട് വീട്ടിൽ പോവാം ഗൈസ്. സ്റ്റുഡിയോ ക്ലാസ് ഒക്കെ കഴിഞ്ഞു. സ്റ്റുഡിയോ ഫോട്ടോസ് കണ്ടോ നിങ്ങൾ എൻ്റെ ഫോട്ടോ വന്നു. അവിടെ ചോട്ടാ ചേച്ചിയുടെ ഫോട്ടോ ആണ്.